This lecture is a continuation of DIT FFT, basic operation of DIT FFT algorithm. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ബേസിക് ഓപ്പറേഷൻ, ഇവിടെ ബേസിക് ഓപ്പറേഷനും കാണിച്ചിട്ടുണ്ട്, ബേസിക് ബട്ടർഫ്ലൈ ഡയഗ്രവും കാണിച്ചിട്ടുണ്ട് DIT FFTയിൽ. ഇവിടെ എക്സം ഓഫ് പി, എക്സം ഓഫ് ക്യൂ, mth സ്റ്റേജിലെ ഇൻപുട്സ് ആണ് ഏതൊക്കെ? എക്സം ഓഫ് പിയും എക്സം ഓഫ് ക്യൂവും. ഇതിൽ പിയും ക്യൂ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻസ് ആണ്. എക്സം ഓഫ് പി സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ ആണ് പി, എക്സം ഓഫ് ക്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ ആണ് ക്യൂ. ഇനി ഇവിടെ ഒരു നോഡിലോട്ട് വരുമ്പോൾ ആ നോഡിൽ വരുന്ന സിഗ്നൽസിന് ആ നോഡ് എന്ത് ചെയ്ത് തരും? ആഡ് ചെയ്ത് തരും. സോ ഈ നോഡിലോട്ട് ആരാ വരുന്നത്? രണ്ട് സിഗ്നൽസ് വരുന്നു, എക്സം ഓഫ് പിയും വരുന്നു. സോ എക്സം ഓഫ് പി പ്ലസ് അടുത്ത ഇവിടെ ആരാ വരുന്നത്? എക്സം ഓഫ് ക്യൂ ഇൻറ്റു ഡബ്ല്യു എൻ റൈസ് ടു കെ. സോ എക്സം ഓഫ് ക്യൂ ഇൻറ്റു ഡബ്ല്യു എൻ റൈസ് ടു കെയും വരും. സോ രണ്ടിനെയും കൂടി ഈ നോഡ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. എക്സം ഓഫ് പി പ്ലസ് ഇവിടുന്ന് വരുന്ന ആരാണ്? എക്സം ഓഫ് ക്യൂ ഇൻറ്റു ഡബ്ല്യു എൻ റൈസ് ടു കെ. അടുത്ത നെക്സ്റ്റ് ഇവിടെ ആണെങ്കിൽ ഈ നോഡിൽ ആര് വരുന്നുണ്ട്? എക്സം ഓഫ് പി വരുന്നുണ്ട്. സോ എക്സം ഓഫ് പി. ഇനി അടുത്ത പ്ലസ് അടുത്ത ആരൊക്കെ വരുന്നത്? മൈനസ് 1 ഇൻറ്റു ഡബ്ല്യു എൻ റൈസ് ടു കെ ഇൻറ്റു എക്സം ഓഫ് ക്യൂ. സോ എക്സം ഓഫ് പി പ്ലസ് മൈനസ് 1 ഇൻറ്റു ഡബ്ല്യു എൻ റൈസ് ടു കെ ഇൻറ്റു എക്സം ഓഫ് ക്യൂ. അപ്പൊ എന്ത് കിട്ടും? എക്സം ഓഫ് പി മൈനസ് ഡബ്ല്യു എൻ റൈസ് ടു കെ ഇൻറ്റു എക്സം ഓഫ് ക്യൂ. സോ ഇതാണ് ഇതിന്റെ ബേസിക് ഓപ്പറേഷൻ, ഇതാണ് ഇതിന്റെ ബേസിക് ബട്ടർഫ്ലൈ ഡയഗ്രാം. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മൾ ഇൻപുട്സിന് mth സ്റ്റേജിലെ ഇൻപുട്സ് എന്ന് പറയുന്നത് എക്സം ഓഫ് പിയും എക്സം ഓഫ് ക്യൂവും. അത് സ്റ്റോർ ചെയ്തിരുന്ന മെമ്മറി ലൊക്കേഷൻസ് ഏതൊക്കെയായിരുന്നു? പിയും ക്യൂവും ആണ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത സ്റ്റേജിൽ m+1 ആ സ്റ്റേജിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്സ് ഏതൊക്കെയാണ്? xm+1 ഓഫ് പിയും xm+1 ഓഫ് ക്യൂവും. അവിടെ നമുക്ക് കാണാം ഈ ഔട്ട്പുട്ട്സിനെയും സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻസ് എവിടെ തന്നെയാണ്? പിയിലും ക്യൂവിലും തന്നെയാണ്. സോ ഇൻപുട്സ് സ്റ്റോർ ചെയ്തിരുന്ന അതേ ലൊക്കേഷനിൽ തന്നെയാണ് ആരെയും പിന്നെയും സ്റ്റോർ ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റേജിൽ കിട്ടുന്ന ഔട്ട്പുട്ട്സിനെയും സ്റ്റോർ ചെയ്യുന്നത്. പ്രീവിയസ് സ്റ്റേജിൽ ഇൻപുട്സ് സ്റ്റോർ ചെയ്തിരുന്ന അതേ ലൊക്കേഷനിൽ നെക്സ്റ്റ് സ്റ്റേജിൽ ഔട്ട്പുട്ട്സിനെയും എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ എന്തും പറയാറുണ്ട്? ഇൻ പ്ലേസ് അൽഗോരിതം എന്നും പറയാറുണ്ട്. DIT FFTനെയും DIF FFTനെയും എന്ത് പറയും? ഇൻ പ്ലേസ് അൽഗോരിതം എന്ന് പറയും. അത് കേറ്റുവിന് ചോദിച്ചിട്ടുണ്ട്. സോ ആൻ അൽഗോരിതം that uses the same location to store both the input and output sequences is called an in-place algorithm. ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും സ്റ്റോർ ചെയ്യാൻ സെയിം ലൊക്കേഷൻസ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ അൽഗോരിതംസിന് എന്ത് പറയാം? ഇൻ-പ്ലേസ് അൽഗോരിതം എന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റെപ്സ് ഓഫ് റാഡിക്സ് ടു FFT അൽഗോരിതം. റാഡിക്സ് ടു FFT അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദ നമ്പർ ഓഫ് ഇൻപുട്ട് സാമ്പിൾസ്. നമുക്കൊരു ബട്ടർഫ്ലൈ ഡയഗ്രാം ഓരോ n-ന്റെ വാല്യൂവിനനുസരിച്ച് നമ്മളുടെ ബട്ടർഫ്ലൈ ഡയഗ്രത്തിൽ ചേഞ്ചസ് വരും. So number of input samples, capital N is equal to 2 raised to m, where capital M is an integer. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം റാഡിക്സ് ടു അൽഗോരിതംസ് ആണ് നമ്മൾ പഠിക്കുക. സോ റാഡിക്സ് ടു അൽഗോരിതം എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഔട്ട്പുട്ട് സാമ്പിൾസ് അല്ലെങ്കിൽ ഇൻപുട്ട് സാമ്പിൾസ് ക്യാപിറ്റൽ N is equal to ക്യാപിറ്റൽ N-നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2-ന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? റാഡിക്സ് ടു അൽഗോരിതം എന്ന് പറയാം. അപ്പൊ n-ന്റെ വാല്യൂ നമുക്ക് 4 വരാം, 2 സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. n-ന്റെ വാല്യൂ 8 വരാം, 2 raised to 3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. n-ന്റെ വാല്യൂ 16 വരാം, 2 raised to 4 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ n-ന്റെ വാല്യൂ എപ്പോഴും 2-ന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാവുന്ന രീതിയിലാണ് എടുക്കുക. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയാ? റാഡിക്സ് ടു അൽഗോരിതം എന്ന് പറയാം. So here n is equal to 2 raised to m, where m is an integer. n-ന്റെ വാല്യൂ 8 ആണെങ്കിൽ 2 raised to 3 വരും, ക്യാപിറ്റൽ M-ന്റെ വാല്യൂ 3. n-ന്റെ വാല്യൂ 16 ആണെങ്കിൽ 2 raised to 4 വരും, ക്യാപിറ്റൽ M-ന്റെ വാല്യൂ 4. സോ ആ ക്യാപിറ്റൽ M നമ്പർ ഓഫ് സ്റ്റേജസ് ആണ് ഉണ്ടാവുക. നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ ദ ഫ്ലോ ഗ്രാഫ് ഇസ് ഗിവൻ ബൈ ക്യാപിറ്റൽ M. അപ്പൊ 8 പോയിന്റ് ആണെങ്കിൽ 2 raised to 3, അപ്പൊ എത്ര സ്റ്റേജസ് ആണ്? 3 സ്റ്റേജസ് ആണ്. 4 പോയിന്റ് ആണെങ്കിൽ 2 സ്ക്വയർ, അപ്പൊ എത്ര സ്റ്റേജസ് ആണ്? 2 സ്റ്റേജസ് ആണ്. 16 പോയിന്റ് ആണെങ്കിൽ 2 raised to 4, അപ്പൊ എത്ര സ്റ്റേജസ് ആണ്? 4 സ്റ്റേജസ് ആണ്. ഇനി ഇൻപുട്ട് സീക്വൻസസ് ഷഫിൾ ത്രൂ ബിറ്റ് റിവേഴ്സൽ. നമ്മൾ കണ്ടായിരുന്നു DIT FFTയില് ഇൻപുട്ട് സീക്വൻസ് ഷഫിൾഡ് ഓർഡറിലാണ്, ഔട്ട്പുട്ട് സീക്വൻസ് നാച്ചുറൽ ഓർഡറിലാണ് കൊടുക്കുക. സോ ഇൻപുട്ട് സീക്വൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഷഫിൾഡ് ഓർഡറിലാണ് കൊടുക്കുക. അത് ഷഫിൾഡ് ഓർഡർ എങ്ങനെയാണെന്നുള്ളത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമുക്ക് ബിറ്റ് റിവേഴ്സൽ മെത്തേഡ് യൂസ് ചെയ്യാം. അതിനി കാണിക്കാം നമുക്ക്. അടുത്ത നെക്സ്റ്റ് എത്ര സ്റ്റേജസ് ആണെന്ന് പറഞ്ഞു? ക്യാപിറ്റൽ M സ്റ്റേജസ് ആണെന്ന് പറഞ്ഞു. ഇനി ഓരോ സ്റ്റേജിലും എത്ര ബട്ടർഫ്ലൈസ് കാണും? ഈച്ച് സ്റ്റേജ് കൺസിസ്റ്റ് ഓഫ് n/2 ബട്ടർഫ്ലൈസ്. ഇപ്പം n-ന്റെ വാല്യൂ 8 ആണെങ്കിൽ 2 raised to 3 സ്റ്റേജസ് കാണും. ഇനി ഓരോ സ്റ്റേജിലും എത്ര ബട്ടർഫ്ലൈസ് കാണും? 8/2 4 ബട്ടർഫ്ലൈസ് കാണും ഓരോ സ്റ്റേജിലും.
ഇനി അടുത്ത നെക്സ്റ്റ് ഇൻപുട്സ് bar outputs for each butterfly are separated by 2 raised to m-1 samples. അതായത് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ, എത്ര സാമ്പിൾസിന്റെ സെപ്പറേഷൻ ആണ് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരിക? 2 raised to m-1 സാമ്പിൾസ്. ഇവിടെ സ്മോൾ എം ആണ് യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എം അല്ല, സ്മോൾ എം. എം എന്ന് പറയുന്നത്, സ്മോൾ എം എന്ന് പറയുന്നത് സ്റ്റേജ് ഇൻഡെക്സ് ആണ്. അപ്പൊ 3 സ്റ്റേജസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ എന്താവും? 1 വരും. അടുത്ത സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ 2 വരും. തേർഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ എന്ത് വരും? 3 വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ 2 raised to 1 minus 1, 2 raised to 0 is equal to 1. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ 1 സാമ്പിൾ ആയിരിക്കും. അടുത്ത സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ 2, 2 minus 1, 1, 2 raised to 1, 2. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ 2 സാമ്പിൾസ് ആയിരിക്കും. തേർഡ് സ്റ്റേജ് ആകുമ്പോൾ 2 raised to 3 minus 1, that means 2 square is equal to 4. So ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ ഫോർ തേർഡ് സ്റ്റേജിൽ എത്ര ആയിരിക്കും? 4 സാമ്പിൾസ് ആയിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ. അപ്പൊ സ്മോൾ എം എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേജ് ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് സ്റ്റേജിന് സ്മോൾ എം is equal to 1, സെക്കൻഡ് സ്റ്റേജിന് സ്മോൾ എം is equal to 2, അതുപോലെ. Next, FFT algorithm number of complex multiplications എന്ന് പറയുന്നത് n/2 log n to the base 2 ആണ്. number of complex additions എന്ന് പറയുന്നത് n log n to the base 2 ആണ്. ഈ എക്സ്പ്രഷൻസ് ഓർത്തു വെക്കണം, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. The twiddle factor, അടുത്ത പോയിന്റ് എന്താണ്? The twiddle factor exponents are a function of stage index small m and is given by k is equal to nt by 2 raised to m, where t is 0, 1, 2, etc. up to 2 raised to m minus 1 minus 1. അതായത് ഓരോ സ്റ്റേജിലും ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ് വരും. ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ WN, എക്സ്പോണന്റ് എന്ന് പറയുന്ന കാര്യം WN raised to k ആണ് വരിക. സോ WN raised to k എന്ന് പറയുമ്പോൾ k യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഓരോ സ്റ്റേജിലും WN raised to k യിൽ k യുടെ വാല്യൂ എന്ത് വരും എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ k യുടെ വാല്യൂ ഒന്നായിരിക്കും, സെക്കൻഡ് സ്റ്റേജിൽ k യുടെ വാല്യൂ വേറെ ആയിരിക്കും. സോ ഓരോ സ്റ്റേജിലെയും k യുടെ വാല്യൂ, ആ എക്സ്പോണന്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. So k is given by nt by 2 raised to m, where n എന്ന് പറയുന്നത് എന്താണ്? number of samples. 8 point ആണെങ്കിൽ n ന്റെ വാല്യൂ 8, 4 point ആണെങ്കിൽ n ന്റെ വാല്യൂ 4. ഇനി 2 raised to small m ആണ്. സ്മോൾ m എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേജ് ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ m is equal to 1, സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ m is equal to 2. ഇനി ഇവിടെ t യുടെ വാല്യൂ 0 തൊട്ട് എവിടം വരെയാണ് വേരി ചെയ്യുക? 2 raised to m minus 1 minus 1 വരെ വേരി ചെയ്യും. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ സ്മോൾ എമ്മിന്റെ വാല്യൂ 1 അല്ലേ? സോ 1 minus 1 0, 2 raised to 0 1, 1 minus 1 0, 0 to 0 വരെ വേരി ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറയാം? tക്ക് ഒരു വാല്യൂ ഉള്ളൂ, ഏതാണ്? 0. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലോ 2 raised to 2 minus 1, സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ m is equal to 2, 2 minus 1 1. അപ്പൊ 2 raised to 1 2, 2 minus 1 is 1. അപ്പൊ 0 to 1 വരെ. അപ്പൊ tക്ക് ഏതൊക്കെ വാല്യൂസ് വരും? 0യും വരും, 1ഉം വരും. അപ്പോൾ ഓരോ സ്റ്റേജിലുള്ള ട്വിഡിൽ ഫാക്ടറിന്റെ എക്സ്പോണന്റ് k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. അടുത്ത നെക്സ്റ്റ്, ഓരോ സ്റ്റേജിലും എത്ര സെറ്റ് ഓഫ് ബട്ടർഫ്ലൈസ് കാണും അതും കണ്ടുപിടിക്കാൻ നമുക്ക്. അതിന് യൂസ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ഏതാണ്? DIT FFT യിൽ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ 2 raised to capital M minus small m. അത് വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റേജിലും എത്ര സെറ്റ്സ് അല്ലെങ്കിൽ സെക്ഷൻസ് ഓഫ് ബട്ടർഫ്ലൈ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതൊക്കെ നമുക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അടുത്ത എക്സ്പോണന്റ് റിപ്പീറ്റ് ഫാക്ടർ ERF. നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമുക്ക് എന്തുണ്ട്? ഓരോ സ്റ്റേജിലും ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ W8 raised to 0, 8 പോയിന്റിന്റെ ഒരു എക്സ്പോണന്റ് ആണെന്ന് വിചാരിക്കുക, W8 raised to 0. അപ്പൊ അത് ഓരോ സ്റ്റേജിലും ഒരുപക്ഷെ സെയിം എക്സ്പോണന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു? ഒരു തവണയെ വരുന്നുള്ളൂ, അതോ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു? അപ്പൊ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് എന്ത്? എക്സ്പോണന്റ് റിപ്പീറ്റ് ഫാക്ടർ. അത് ഓരോ സ്റ്റേജിലും ഡിഫറെന്റ് ആയിരിക്കും. സോ അത് കണ്ടുപിടിക്കാനുള്ളതാണ് ഇത് 2 raised to capital M minus m വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണന്റ്, ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ് എത്ര തവണ ഓരോ സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് കണ്ടുപിടിക്കാം. സോ ഇത്രയും സ്റ്റെപ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. യൂസിങ് ഡെസിമേഷൻ ഇൻ ടൈം DIT അൽഗോരിതം കമ്പ്യൂട്ട് 4-point DFT ഓഫ് ദ സീക്വൻസ് x of n 0 1 2 3. അപ്പോൾ നമുക്ക് 4 സാമ്പിൾസ് ഉള്ള ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? 4-point DFT കണ്ടുപിടിക്കാനാണ് പറയുന്നത് യൂസിങ് DIT അൽഗോരിതം. അപ്പൊ ഇവിടെ നോക്കാം, സ്റ്റെപ്സ് നമുക്ക് എഴുതാം. സോ ഈ പ്രോബ്ലത്തിൽ സ്റ്റെപ്സ് ഒക്കെ എഴുതി പോവാം. സോ നമ്പർ ഓഫ് ഇൻപുട്ട് സാമ്പിൾസ്, ഇവിടെ ഇൻപുട്ട് സാമ്പിൾസ് എന്താണ്? ക്യാപിറ്റൽ N is equal to 4. 4-point DFT ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ N is equal to 4.
നമ്പർ ഓഫ് സ്റ്റേജസ്. അപ്പൊ എത്ര സ്റ്റേജസ് ആണ്? m is equal to log n to the base 2. 2 സ്ക്വയർ അല്ലേ? അപ്പൊ എത്ര സ്റ്റേജസ് കാണും? 2 സ്റ്റേജസ് കാണും. 2 സ്റ്റേജസ് ഉണ്ട്. ഇനി ഓരോ സ്റ്റേജിലും എത്ര ബട്ടർഫ്ലൈസ് ആണ്? n/2 ബട്ടർഫ്ലൈസ് ആണ്. 4/2 എന്ന് പറയുമ്പോൾ 2 ബട്ടർഫ്ലൈസ് ആണ്. അപ്പൊ 2 സ്റ്റേജസ് കാണും. ഇതിൽ ഓരോ സ്റ്റേജസിലും എത്ര ബട്ടർഫ്ലൈസ് വെച്ച് കാണും? 2 ബട്ടർഫ്ലൈസ് വെച്ച് കാണും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? 2 raised to m minus 1. m എന്ന് പറയുന്നത് സ്റ്റേജ് ഇൻഡെക്സ്. അങ്ങനെ ആകെ എത്ര സ്റ്റേജസ് ആ ഉള്ളത്? ഇവിടെ 2 സ്റ്റേജസേ ഉള്ളൂ. അപ്പൊ സ്മോൾ എമ്മിന്റെ വാല്യൂ 1ഉം വരാം 2ഉം വരാം. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ എന്താണ്? 1 വരും. സോ 1 minus 1 0, 2 raised to 0 1. 1 sample separation. Input output separation is 1 sample. സ്റ്റേജ് 2 ആകുമ്പോൾ 2 minus 1 1, 2 raised to 1 എന്ന് പറയുമ്പോൾ 2. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ എത്രയാണ്? 2 സാമ്പിൾസ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജുമായി സെക്കൻഡ് സ്റ്റേജുമായി 4 പോയിന്റ് ആകുമ്പോൾ എത്ര സ്റ്റേജസേ ഉള്ളൂ? 2 സ്റ്റേജസേ ഉള്ളൂ. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓരോ സ്റ്റേജിലുള്ള ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ് കണ്ടുപിടിക്കണം. Wn raised to k. അതിൽ k യുടെ വാല്യൂ കണ്ടുപിടിക്കണം. k യുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം എത്ര സ്റ്റേജസ് ഉണ്ട്? 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. k is equal to nt by 2 raised to 1. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ എന്താണ്? 2 raised to m. ഫസ്റ്റ് സ്റ്റേജ് 1. അപ്പൊ 2 raised to 1 is 2. ഇനി t യുടെ വാല്യൂ എന്താണ്? m ന്റെ വാല്യൂ ഇവിടെ 1 ആകുമ്പോൾ 1 minus 1 0, 2 raised to 0 1, 1 minus 1 0. അപ്പൊ 0 to 0 വരെ, അതായത് tക്ക് ഒരു വാല്യൂ ഉള്ളൂ, 0 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉള്ളൂ. ആ 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ k യുടെ വാല്യൂ എന്താണ്? 0. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതായത് W4 raised to 0. W4 എന്ന് പറയുന്ന കാര്യം 4.9 W4. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലെ എക്സ്പോണന്റ് എന്താണ്? W4 raised to 0. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ആര് മാത്രമേ ഉള്ളൂ? W4 raised to 0 മാത്രമേ ഫസ്റ്റ് സ്റ്റേജിൽ വരുള്ളൂ. അടുത്ത സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ സ്മോൾ m is equal to 2. സ്മോൾ m is equal to ഇവിടെ 2 വരും. അപ്പൊ nt by 2 square is equal to 4. n ന്റെ വാല്യൂ 4.9, 4t by 4, 4 ക്യാൻസൽ ആയി t. ഇനി t യുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യും? t യുടെ വാല്യൂ എങ്ങനെയാ വേരി ചെയ്യുക? സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ 2 ഇവിടെ 2 minus 1, അപ്പൊ 1 വരും. 2 raised to 1 2, 2 minus 1 1. അപ്പൊ ഇവിടെ എന്ത് വന്നു? 1 വന്നു. അപ്പൊ 0 തൊട്ട് 1 വരെ t യുടെ വാല്യൂ ഏതൊക്കെ വരും? 0യും വരും 1ഉം വരും. അപ്പൊ ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? k യുടെ വാല്യൂ 0. k യുടെ വാല്യൂ t യുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ k യുടെ വാല്യൂ എന്ത് വരും? 1 വരും. സോ k is equal to t ആണ്. t യുടെ വാല്യൂ 0യും 1ഉം ഉണ്ട്. അപ്പൊ k യുടെ വാല്യൂ എന്ത് വരും? 0യും 1 വരും. അപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ ഏതൊക്കെ എക്സ്പോണൻസ് കാണും? W4 raised to 0യും കാണും, W4 raised to 1ഉം കാണും. ഫസ്റ്റ് സ്റ്റേജിൽ ആര് മാത്രമേ ഉള്ളൂ? W4 raised to 0 മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേജിൽ W4 raised to 0യും ഉണ്ടാവും, W4 raised to 1ഉം ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ എക്സ്പോണൻസ് ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞത്? W4 raised to 0യും ഉണ്ടാവും, W4 raised to 1ഉം ഉണ്ടാവും. സോ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. W4 raised to 0, എന്ത് raised to 0 എന്താണ്? 1. സോ W4 raised to 0 is equal to 1. Wn എന്ന് പറയുന്നത് എന്താണ്? ട്വിഡിൽ ഫാക്ടർ e raised to minus j 2 pi by n. സോ W4 എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? e raised to minus j 2 pi by 4. അപ്പൊ എന്ത് കിട്ടും? e raised to minus j pi by 2. അപ്പൊ W4 raised to 1 കണ്ടുപിടിക്കാൻ മീൻസ് e raised to minus j pi by 2 the raised to 1. അപ്പൊ എന്ത് കിട്ടും? e raised to minus j pi by 2 എന്താണ്? cos pi by 2 minus j sin pi by 2. cos pi by 2 എന്താണ്? cos pi by 2 0, sin pi by 2 1. അപ്പൊ എന്ത് കിട്ടും? minus j എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആയി. W4 raised to 0ക്ക് വരാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, W4 raised to 1ന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ഇൻപുട്ട് സീക്വൻസ് എപ്പോഴും എന്ത് ഓർഡറിലായിരിക്കും? ഷഫിൾഡ് ഓർഡറിലായിരിക്കും. അത് എങ്ങനെ കണ്ടുപിടിക്കാം? ബിറ്റ് റിവേഴ്സൽ വഴി കണ്ടുപിടിക്കാം. അപ്പൊ ഇൻപുട്ട് ഇൻഡെക്സ് എഴുതുക. മൊത്തം എത്ര സാമ്പിൾസ്? 4 സാമ്പിൾസ്. അപ്പൊ ഇൻഡെക്സ് എങ്ങനെ മാറും? 0 1 2 3. അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എഴുതുക. 0ന്റേത് 0 0, 1ന്റേത് 0 1, 2ന്റെ 1 0, 3യുടെ 1 1. ഇനി ബിറ്റ് റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്യുമ്പോൾ 0 0 അതുപോലെ, 0 1 എന്താവും? 1 0, 1 0 0 1 ആവും, 1 1 അതുപോലെ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ബിറ്റ് റിവേഴ്സ്ഡ് ഇൻഡെക്സ് എഴുതുക. ഇത് 0 1 0 എന്ന് പറയുന്നത് 2, 0 1 എന്ന് പറയുന്നത് 1, 1 1 എന്ന് പറയുന്നത് 3.
അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഷഫിൾഡ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇൻപുട്ട് എങ്ങനെ കൊടുക്കണം? എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3. ഇത് നോക്കിയാൽ നമുക്ക് അറിയാം, പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് എന്താണ്? ഈവൻ ഇൻഡെക്സ്ഡും ഇതെന്താണ്? ഓഡ് ഇൻഡെക്സ്ഡും. സോ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3 എന്നുള്ള ഷഫിൾഡ് ഓർഡറിൽ ഇൻപുട്ട് കൊടുക്കും. ഔട്ട്പുട്ട് ഏത് ഓർഡറിലായിരിക്കും? ഔട്ട്പുട്ട് നാച്ചുറൽ ഓർഡറിലായിരിക്കും. സോ ഇത്രയും സ്റ്റെപ്സിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ ബട്ടർഫ്ലൈ ഡയഗ്രം, ഈ ഫൈനൽ ബട്ടർഫ്ലൈ ഡയഗ്രം വരച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന 4 പോയിന്റിന്റെ ബട്ടർഫ്ലൈ ഡയഗ്രം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര സാമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു? 4 സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ 4 ലൈൻസ് ഇതുപോലെ വരയ്ക്കുക. ഈക്വലി സ്പേസ്ഡ് ആയിട്ട് എന്ത് വരയ്ക്കുക? 4 ലൈൻസ് വരയ്ക്കുക. എത്ര സ്റ്റേജസ് ആണെന്ന് പറഞ്ഞു? 4 ആകുമ്പോൾ 2 സ്ക്വയർ. അപ്പം 2 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2 ഉണ്ട്. സോ സ്റ്റേജ് 1ലെ ബട്ടർഫ്ലൈസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ടു. സ്റ്റേജ് 2ന്റെ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഡോട്ട്സ് ഇട്ടാൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് വരയ്ക്കാം. ഇനി എന്താ പറഞ്ഞത്? സ്റ്റേജ് 1ലെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ എന്താന്ന് പറഞ്ഞു? 1 സാമ്പിൾ സെപ്പറേഷൻ ആണ്. സ്റ്റേജ് 1ലെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ എന്താണ്? 1 സാമ്പിൾ സെപ്പറേഷൻ. സ്റ്റേജ് 2ൽ വരുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ എന്താണ്? 2 സാമ്പിൾ സെപ്പറേഷൻ. 1, 2. 2 സാമ്പിൾ സെപ്പറേഷൻ ആണ് എവിടെ വരുന്നത്? സ്റ്റേജ് 2ലെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ. ഇനി എന്ത് പറഞ്ഞു? ഓരോ സ്റ്റേജിലും എത്ര ബട്ടർഫ്ലൈസ് വെച്ച് കാണും? n/2 ബട്ടർഫ്ലൈസ്. അതായത് ഇവിടെ 4/2 2 ബട്ടർഫ്ലൈസ് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ മതി, ഈ സ്റ്റേജിൽ 2 ബട്ടർഫ്ലൈസ്, അടുത്ത സ്റ്റേജിലും എന്താണ്? 2 ബട്ടർഫ്ലൈസ്. ഇനി എത്ര സെക്ഷൻസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടാവും? എത്ര സെക്ഷൻസ് ഓഫ് ബട്ടർഫ്ലൈസ് കാണും? 2m-m ആണ് എത്ര സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ് എന്നുള്ളത്. ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 2 സ്റ്റേജസ് അല്ലേ? അപ്പൊ 2 മൈനസ് ഫസ്റ്റ് സ്റ്റേജിൽ സ്മോൾ എമ്മിന്റെ വാല്യൂ 1. അപ്പൊ 2 മൈനസ് 1 എന്ത് വരും? 1. 2^1 is 2. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ 2 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ് കാണും. ഫസ്റ്റ് സ്റ്റേജിൽ എത്ര സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ്? 2 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ് കാണും. സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ എന്ത് വരും? എമ്മിന്റെ വാല്യൂ, ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ 2 തന്നെ, 2 സ്റ്റേജസ് ആയതുകൊണ്ട് 2 മൈനസ് സെക്കൻഡ് സ്റ്റേജ് ആവുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ 2. 2 മൈനസ് 2 0. 2^0 1. ഇതിലാണെങ്കിൽ എന്ത് കാണത്തേ ഉള്ളൂ? ഒരു 1 സെറ്റ് ഓഫ് ബട്ടർഫ്ലൈസ് കാണും. ഇതെന്ന് പറയുന്നത് 1 സെറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? 2 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ്. ഇനിയുള്ളത് എന്താണെന്ന്? എക്സ്പോണന്റ് ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ്. ഫസ്റ്റ് സ്റ്റേജിലെ ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ് എന്താണ്? W4^0 ആണ്. സെക്കൻഡ് സ്റ്റേജിലെ ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് 2 എണ്ണം ഉണ്ടാവും. W4^0 ഉണ്ട്, W4^1 ഉണ്ട്. ഇനി എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് വരും? ഈ ഫാക്ടർ എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് വരും? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2m തന്നെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് 2 എന്ന് കിട്ടും. അതുകൊണ്ടാണ് W4^0 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് 1 എന്ന് കിട്ടും. അതുകൊണ്ട് ഓരോ എക്സ്പോണന്റ് നോക്കിയാൽ ഒരു തവണ വെച്ചിട്ടേ വന്നിട്ടുള്ളൂ. ഒരു തവണയെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ വന്നിട്ടില്ല, ഒരു തവണ വെച്ചേ വന്നിട്ടുള്ളൂ. W4^0 W4^1. പിന്നെ ഇൻപുട്ട് ഷഫിൾഡ് ഓർഡറിലാണ് കൊടുക്കുക. എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3. ഔട്ട്പുട്ട് നാച്ചുറൽ ഓർഡറിൽ തന്നെ എക്സ് ഓഫ് 0, എക്സ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആണ്. എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. സോ ഈ 4 പോയിന്റിന്റെ ഡയഗ്രാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സ് എല്ലാം ഓർത്ത് എഴുതിയില്ലെങ്കിലും എന്ത് ഓർത്ത് വെക്കുക? 4 പോയിന്റ്, ഏത് 4 പോയിന്റ് തന്നാലും ആ 4 പോയിന്റിന്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം ഇത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഈ ബട്ടർഫ്ലൈ ഡയഗ്രാം അറിയാം, പിന്നെ ഇതിനകത്ത് ഈ വാല്യൂസും കൂടെ അറിയണം. W4^0 അറിയണം, W4^1ന്റെ വാല്യൂ അറിയണം. എങ്കിൽ ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. സോ 4 പോയിന്റിന്റെ 8 പോയിന്റിന്റെയും ഡയഗ്രാം പഠിച്ചു വെക്കാം. സോ തന്ന ക്വസ്റ്റ്യൻ x of n is equal to 0, 1, 2, 3. അപ്പോൾ 4 പോയിന്റിന്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം വരച്ചു. ഇവിടെ ഇൻപുട്സ് നമ്മൾ കൊടുക്കണം. x of 0 ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഷഫിൾഡ് ഓർഡറിലാണ്. സോ എക്സ് ഓഫ് 0 ഇവിടെ 0 ആണ്, എക്സ് ഓഫ് 1 1, എക്സ് ഓഫ് 2 2, എക്സ് ഓഫ് 3 3 ആണ്. സോ ഷഫിൾഡ് ഓർഡറിൽ കൊടുക്കുക. എക്സ് ഓഫ് 0 ആദ്യം 0 എഴുതി, എക്സ് ഓഫ് 2 2 എഴുതി, എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്, അത് എഴുതി, എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് 3 ആണ്. സോ ഇൻപുട്ടിനെ ഷഫിൾഡ് ഓർഡറിൽ കൊടുത്തു. ഔട്ട്പുട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. ഇനി 2 സ്റ്റേജസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഓരോ സ്റ്റേജിന്റെയും ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇനി ഇവിടെ 2 ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് ആ വരുന്നത്. W4^0, W4^1. അതിന്റെ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രോബ്ലം ചെയ്യാൻ. W4^0ന്റെ വാല്യൂ നമുക്കറിയാം 1. W4^1 എന്താണ് കണ്ടുപിടിച്ച്? -j. ഇനി ഓരോ നോഡിലും വരുമ്പോൾ സിഗ്നൽസിന് ആഡ് ചെയ്യും. സോ ഫസ്റ്റ് നോക്കാം. 0 പ്ലസ് അടുത്ത് ഇവിടുന്ന് എന്താ വരുന്നത്? 2 × 1. സോ 0 + 2 2. അടുത്ത ഈ നോഡ് ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആര് വരും? 0 -
1 into 2. അപ്പോൾ 0 minus 2 minus 2. അടുത്ത ഈ പോയിന്റിൽ വരുമ്പോൾ ഇവിടുന്ന് ആര് വരുന്നു 1 വരുന്നു, ഇവിടുന്ന് ആര് വരുന്നു 3 into 1 വരുന്നു. അപ്പം 1 plus 3 is 4. അടുത്ത ഈ പോയിന്റിൽ ഇവിടുന്ന് ആര് വരുന്നു 1 minus 1 into 3. So 1 minus 3 minus 2. So first സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എല്ലാം കിട്ടി. എന്താണ് 2 minus 2 4 2. അടുത്ത ഈ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ ഈ പോയിന്റ് നോക്കാം. അപ്പൊ ഇവിടെ ആരുണ്ട് 2 ഉണ്ട്, 2 plus അടുത്ത ഇവിടുന്ന് ഇനി വരുന്നത് ഈ ലൈൻ ആണ്. ഈ ലൈൻ എന്ന് പറയുമ്പോൾ 4 into 1. സോ 2 plus 4 into 1. 2 plus 4 is equal to 6. ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് കിട്ടി 6 കിട്ടി. അടുത്ത നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് ആര് വരും -2 വരും. -2 പ്ലസ് ഇനി ഇവിടുന്ന് ആരാ വരുന്നത് -2 into W4 raised to 1. -2 into -j വരും. -2 into -j. അപ്പൊ -2 plus -2 into -j. അപ്പൊ എന്ത് വരും -2 plus 2j എന്ന് പറഞ്ഞു വരും ഈ പോയിന്റിൽ. ഇനി അടുത്ത ഈ പോയിന്റിൽ നോക്കാം. ഇവിടെ ആര് വരും 2 വരും. 2 minus 4 into 1. So 2 minus 4 is equal to -2. അടുത്ത ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ വരുന്നത് -2 minus 1 W4 raised to 1 into -2. അപ്പൊ ആരൊക്കെ വരുന്നത് -2 minus 1 W4 raised to 1 എന്ന് പറയുന്നത് -j, പിന്നെ ആരാ ഉള്ളത് -2. അപ്പൊ എന്ത് വരും -2 minus 2j എന്ന് പറഞ്ഞു വരും. So final answer എങ്ങനെ എഴുതാം? x of k is equal to 6 minus 2 plus 2j minus 2 minus 2 minus 2j. ഔട്ട്പുട്ട് നമുക്ക് അതേ ഓർഡറിൽ തന്നെ എഴുതാം. കാര്യം ഔട്ട്പുട്ട് ഏത് ഓർഡറിലാണ്? നാച്ചുറൽ ഓർഡറിലാണ് ഉള്ളത്. സോ 4 പോയിന്റിന്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം നമുക്കറിയാം. ഈ പറയുന്ന ട്വിഡിൽ ഫാക്ടേഴ്സിന്റെ വാല്യൂസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈസി ആയിട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം ഓരോ സ്റ്റേജിലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് 4 പോയിന്റ് DIT FFT ആണ്. അടുത്ത നെക്സ്റ്റ് 8 പോയിന്റ് റാഡിക്സ് ടു DIT FFT യുടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ബട്ടർഫ്ലൈ ഡയഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയാം. സോ അതിന്റെ സ്റ്റെപ്സ് ആണ് നോക്കിക്കുക. നമ്പർ ഓഫ് ഇൻപുട്ട് സാമ്പിൾസ് n is equal to 8 പോയിന്റ് ആൻഡ് n is equal to 8. സ്റ്റേജസ് എത്രയായിരിക്കും? 2 raised to 3 ആണ്. അപ്പൊ സ്റ്റേജസ് 3 സ്റ്റേജസ് ആണ്. 4 പോയിന്റിൽ 2 സ്റ്റേജസ്, ഇവിടെ 8 പോയിന്റ് ആകുമ്പോൾ 3 സ്റ്റേജസ്. ഓരോ സ്റ്റേജിലും എത്ര ബട്ടർഫ്ലൈസ് വെച്ചാണ്? n/2 ബട്ടർഫ്ലൈസ്, 8/2 4 ബട്ടർഫ്ലൈസ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ എക്സ്പ്രഷൻ എന്താണ്? 2 raised to m-1. ഫസ്റ്റ് സ്റ്റേജിൽ എമ്മിന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെക്കൻഡ് സ്റ്റേജിൽ സ്മോൾ എമ്മിന്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തേർഡ് സ്റ്റേജിൽ സ്മോൾ എമ്മിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 3 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് 1 സാമ്പിൾ സെപ്പറേഷൻ, സെക്കൻഡ് സ്റ്റേജിൽ 2 സാമ്പിൾ സെപ്പറേഷൻ, തേർഡ് സ്റ്റേജിൽ 4 സാമ്പിൾ സെപ്പറേഷൻ. ഇനി ഓരോ സ്റ്റേജിലെയും ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന്റെ എക്സ്പ്രഷൻ k is equal to nt/2 raised to m. ഈ എക്സ്പ്രഷൻ എഴുതി. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ സ്മോൾ എമ്മിന്റെ വാല്യൂ ഇവിടെ എന്ത് വരും? 1 വരും. 1 വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? n-ന്റെ വാല്യൂ 8ഉം 8t/2 എന്ന് പറഞ്ഞു വരും, is equal to 4t എന്ന് പറഞ്ഞു വരും. ഇനി ടിയുടെ വാല്യൂ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമുക്കറിയാം 1 minus 1 2 raised to 0 1 1 minus 1 0. അപ്പൊ ടിയുടെ വാല്യൂ 0 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ടിയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ എന്ത് കിട്ടി? 0. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു എക്സ്പോണന്റേ ഉള്ളൂ, k is equal to 0. അതായത് w 8 raised to 0 മാത്രമേ കാണുള്ളൂ ഫസ്റ്റ് സ്റ്റേജിൽ. സെക്കൻഡ് സ്റ്റേജിൽ സ്മോൾ എമ്മിന്റെ വാല്യൂ എന്താവും? 2 ആവും. 2 സ്ക്വയർ 4, 8t/4 എന്ന് വരും. 8t/4 ആകുമ്പോഴത്തേക്ക് 2t എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ടിയുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യും? സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ എമ്മിന്റെ വാല്യൂ ഇവിടെ 2 2 minus 1 1. So 2 raised to 1 2 2 minus 1 1. 0യും 1ഉം വരും. 0 to 1 വരെ. അപ്പൊ 0യും 1ഉം വരും. അപ്പൊ ഇവിടെ ആദ്യം k is equal to 2t ആണ്. അതിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k is equal to 0 കിട്ടും. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പൊ kക്കും tക്കും 0 1 രണ്ട് വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് kക്കും 0 2 രണ്ട് വാല്യൂസ്. അപ്പൊ രണ്ട് എക്സ്പോണൻസ് കാണും സെക്കൻഡ് സ്റ്റേജിൽ. w 8 raised to 0യും കാണും, w 8 raised to 2ഉം കാണും. അങ്ങനെ രണ്ട് എക്സ്പോണൻസ് കാണും. തേർഡ് സ്റ്റേജിൽ വരുമ്പോൾ സ്മോൾ m is equal to 3. ഇവിടെ 3 കൊടുക്കുമ്പോൾ 2 raised to 3 8 8t/8. അപ്പൊ k is equal to t എന്ന് പറഞ്ഞു കിട്ടും. ടിയുടെ വാല്യൂം തേർഡ് സ്റ്റേജിൽ സ്മോൾ എമ്മിന്റെ വാല്യൂ 3 3 minus 1 2 2 സ്ക്വയർ 4 4 minus 1 3. അപ്പൊ 0 to 3 വരെ കാണും തേർഡ് സ്റ്റേജിൽ. അപ്പൊ 0 to 3 എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ 0 1 2 3. കെയുടെ വാല്യൂ is equal to t. ടിയുടെ വാല്യൂ 0 to 3 വരെ ഉണ്ട്. അപ്പൊ കെയുടെ വാല്യൂ എവിടെ വരെ വരും? 0 to 3 വരെ.
That is എത്ര 4 എക്സ്പോണൻസ് കാണും തേർഡ് സ്റ്റേജിൽ. ആരൊക്കെയാണ്? W8 raised to 0, W8 raised to 1, W8 raised to 2, W8 raised to 3. അപ്പൊ 4 എക്സ്പോണൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു എക്സ്പോണന്റ് W8 raised to 0, സെക്കൻഡ് സ്റ്റേജിൽ W8 raised to 0 ഉണ്ട്, W8 raised to 2 ഉണ്ട്, തേർഡ് സ്റ്റേജിൽ W8 raised to 0, W8 raised to 1, W8 raised to 2, W8 raised to 3. The next bit reversal of input. ഇവിടെ DIT FFT ഉണ്ട്. ഇൻപുട്ടിന് എന്ത് ഓർഡറിൽ കൊടുക്കണം? ഷഫിൾഡ് ഓർഡറിലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ 8 പോയിന്റ് ആയതുകൊണ്ട് ഇൻപുട്ട് ഇൻഡെക്സ് 0 to 7 വരെ, അതിന് കറസ്പോണ്ടിങ് ബൈനറി ഇൻഡെക്സ് എഴുതി. ഇനി അതിനെല്ലാം എന്ത് ചെയ്തു? ബിറ്റ് റിവേഴ്സ് ചെയ്തു. എല്ലാത്തിനും എന്ത് ചെയ്തെടുക്കാണ്? ബിറ്റ് റിവേഴ്സ് ചെയ്തു. ഇവിടെ 001 എന്താവുന്നു? 100 ആവുന്നു. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ബിറ്റ് റിവേഴ്സ്ഡ് ഇൻഡെക്സ് എഴുതി. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 0426, അടുത്ത ഹാഫ് 1537. ഇത് ഇത്രയും ഈവൻ ഇൻഡെക്സ്ഡും അടുത്ത എന്താണ്? ഓഡ് ഇൻഡെക്സ്ഡ്. അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്നത് x0, x4, x2, x6, x1, x5, x3, x7. സോ ഇൻപുട്ടിന് ഷഫിൾഡ് ഓർഡറിൽ കൊടുക്കുന്നു. ഔട്ട്പുട്ട് ഇതായിരിക്കും, നാച്ചുറൽ ഓർഡറിൽ തന്നെ ആയിരിക്കും. ഇനി ട്വിഡിൽ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഏതൊക്കെയാ വരുന്നത്? ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് W8 raised to 0, W8 raised to 1, W8 raised to 2, W8 raised to 3. ഈ 4 എണ്ണം വരും. സോ ഈ 4 വാല്യൂസും കൂടെ അറിഞ്ഞിരിക്കണം. 8 പോയിന്റിന്റെ ബട്ടർഫ്ലൈ ഡയഗ്രം അറിയണം, ഈ 4 വാല്യൂസും അറിയണം. W8 raised to 0 1 തന്നെ. W8 raised to 1 എന്ന് പറയുമ്പോൾ e raised to minus j 2 pi by n, n-ന്റെ വാല്യൂ 8. സോ e raised to minus j 2 pi by 8, അപ്പൊ e raised to minus j pi by 4, cos pi by 4 minus j sin pi by 4. cos pi by 4 ഉം sin pi by 4 ഉം വാല്യൂ എന്താണ്? 0.707. അടുത്ത W8 സ്ക്വയർ, അപ്പൊ ഈ വാല്യൂ റൈസ് ടു 2 വരും. അപ്പൊ ഈ റൈസ് ടു മൈനസ് ജെ പൈ ബൈ 2, cos pi by 2 മൈനസ് ജെ സൈൻ പൈ ബൈ 2, അപ്പൊ മൈനസ് ജെ എന്ന് കിട്ടും. W8 raised to 3 യുടെ വാല്യൂ എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. സോ ഈ 4 വാല്യൂസ് കൂടി അറിഞ്ഞിരിക്കണം. സോ ഇനി 8 പോയിന്റിന്റെ ഡയഗ്രാം വരയ്ക്കാണ്. സോ ഇവിടെ 8 സാമ്പിൾസ്, ഇൻപുട്ട് സാമ്പിൾസ് 8. സോ 8 ലൈൻസ് നമ്മൾ വരയ്ക്കുന്നു. 8 ലൈൻസും എങ്ങനെ വരയ്ക്കാണ്? ഈക്വലി സ്പേസ്ഡ് ആയിട്ട് 8 ലൈൻസ് വരയ്ക്കുന്നു. ഈക്വലി സ്പേസ്ഡ് ആയിട്ട് 8 ലൈൻസ് വരച്ചു. ഇനി മൊത്തം എത്ര സ്റ്റേജസ് ഉണ്ട്? 3 സ്റ്റേജസ് ഉണ്ട്. ഇവിടെ ഡോട്ട്സ് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. സോ 3 സ്റ്റേജസ് ഉണ്ട്. തേർഡ് സ്റ്റേജ് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് വരയ്ക്കുക, കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് സ്റ്റേജ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ 1 സാമ്പിൾ സെപ്പറേഷൻ, സെക്കൻഡ് സ്റ്റേജിൽ 2 സാമ്പിൾ സെപ്പറേഷൻ, തേർഡ് സ്റ്റേജിൽ വരുമ്പോൾ 1 2 3 4 സാമ്പിൾ സെപ്പറേഷൻ. ഫസ്റ്റ് സ്റ്റേജിൽ 1 സാമ്പിൾ സെപ്പറേഷൻ, സെക്കൻഡ് സ്റ്റേജിൽ 2 സാമ്പിൾ സെപ്പറേഷൻ, തേർഡ് സ്റ്റേജിൽ 1 2 3 4 സാമ്പിൾ സെപ്പറേഷൻ. സോ ഫൈനലി നമ്മളുടെ 8 പോയിന്റിന്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം ഇതുപോലെ കിട്ടും നമുക്ക്. ഇവിടെ എന്താണ്? 8 ലൈൻസ് ഉണ്ട് ഈക്വലി സ്പേസ്ഡ് ആയിട്ട്, മൊത്തം 3 സ്റ്റേജസ്. ഇവിടെ ഇൻപുട്ടിന് നമ്മൾ ഷഫിൾഡ് ഓർഡറിൽ കൊടുത്തു. ദാണ്ട് ഇവിടെ ഇത്രയും ഈവൻ ഇൻഡെക്സ്ഡ്, ദാണ്ട് ഷഫിൾഡ് ഓർഡർ x0, പിന്നെ ഇവിടെ x2, പിന്നെ x4, x6. അടുത്ത ഇവിടെ ഇത്രയും എന്താണ്? ഓഡ് ഇൻഡെക്സ്ഡ് ആണ്. x1, പിന്നെ x3, x1, ഇവിടെ x3, ഇവിടെ x5, ഇവിടെ എന്താണ്? x7. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് 1. സ്റ്റേജ് 1ൽ എല്ലാ സ്റ്റേജിലും എത്ര ബട്ടർഫ്ലൈസ് വെച്ചിട്ട്? n/2 ബട്ടർഫ്ലൈസ് വെച്ച്, 8/2 4 ബട്ടർഫ്ലൈസ് വെച്ച്. ഇവിടെ 1 2 3 4 എല്ലാ സ്റ്റേജിലും 4 ബട്ടർഫ്ലൈസ് വെച്ച് കാണും. ഇവിടെ എത്ര സെറ്റ് കാണും? ഇവിടെ ആണെങ്കിൽ 4 സെറ്റ് ഉണ്ട്, 1 2 3 4. ഇവിടെ ആണെങ്കിൽ 2 സെറ്റ് ആണുള്ളത്. ഇവിടെ 2 സെറ്റ്, ഇവിടെ ആണെങ്കിൽ 1 സെറ്റ് ആയിട്ടാണ് ബട്ടർഫ്ലൈസ് വരുന്നത്. ഇവിടെ 1 സെറ്റ്, ഇവിടെ 2 സെറ്റ്, ഇവിടെ ആണെങ്കിൽ 1 2 3 4 സെറ്റ് ആയിട്ട്. ഇനി ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് ഫസ്റ്റ് സ്റ്റേജിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, W8 raised to 0. അത് 4 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്ത സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ 2 എക്സ്പോണൻസ് ഉണ്ട്, W8 raised to 0 ഉണ്ട്, W8 raised to 2 ഉണ്ട്. അത് 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്ത തേർഡ് സ്റ്റേജിലാണെങ്കിൽ ആരൊക്കെയുണ്ട്? W8 raised to 0, W8 raised to 1, W8 raised to 2, W8 raised to 3 ഉണ്ട്. അതെല്ലാം ഓരോ തവണ വെച്ച് വരും. ഇനി നമുക്ക് ഓരോ സ്റ്റേജിന്റെയും എന്ത് കണ്ടുപിടിച്ചോ? ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ 8 പോയിന്റിന്റെ ഡയഗ്രാം അറിഞ്ഞിരിക്കുക. ഈ പറയുന്ന 4 വാല്യൂസ്, അതായത് W8 raised to 0 1 2 3, ഈ 4 വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് ഒരു 8 പോയിന്റിന്റെ പ്രോബ്ലം നോക്കാം. x of n 1 2 3 4 4 3 2 1 K2 ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഇവിടെ ഇൻപുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഷഫിൾഡ് ഓർഡറിൽ കൊടുക്കണം. ഇവിടെ ഇൻപുട്ട് എങ്ങനെയാണ്? ഇത് x of 0, x of 1, x of 2, x of 3, x of 4, x of 5, x of 6, x of 7. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ഷഫിൾഡ് ഓർഡറിൽ കൊടുക്കുക. ഷഫിൾഡ് ഓർഡറിൽ നമ്മൾ ഇൻപുട്സിനെ എഴുതി. x of 0 ദാണ്ട് 1 എഴുതി. അടുത്ത x of 1 2 ആണ്. x of 1 ഇവിടെ ആണ് വരുന്നത്. x of 1 ഇവിടെ എഴുതി. x of 1 2. x of 2 3 ആണ്. x of 2 3. അടുത്ത x of 3 എന്ന് പറയുന്നത് 4 ആണ്. x of 3 4.
x of 4 4, x of 4 4, x of 5 എന്ന് പറയുന്നത് 3, x of 5 3. സോ ഇൻപുട്സിനെ ഷഫിൾഡ് ഓർഡറിൽ എഴുതി ഔട്ട്പുട്ട് കറക്റ്റ് ഓർഡറിൽ നാച്ചുറൽ ഓർഡറിൽ വരും. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഇതിനകത്ത് w8 w8 1 w8 2 w8 3 ഇത്രേന്റെ വാല്യൂസ് നമ്മൾ ആദ്യം എഴുതി കണ്ടുപിടിച്ച് വെക്കണം പ്രോബ്ലം ചെയ്യാൻ. സോ ഓരോ സ്റ്റേജിലും പഴയ കണക്ക് ചെയ്യാം. ഇവിടെ ഏതാ വരിക 1 വരുന്നുണ്ട് 1 പ്ലസ് ഇനി ഇവിടുന്ന് ആരൊക്കെ വരുന്നത് 4 4 into 1 അല്ലേ w8 0 1 ആണ്. സോ 4 into 1 1 plus 4 5. ഈ പോയിന്റിലാകുമ്പോൾ ഇവിടുന്ന് ആര് വരും 1 minus 4 1 minus 4 എന്ന് പറയുമ്പോൾ ഏതാണ് -3. അടുത്ത ഇവിടെ ആണെങ്കിൽ 3 3 plus 2 3 plus 2 5. അടുത്ത ഈ പോയിന്റിലാകുമ്പോൾ ആര് വരും 3 minus 2 3 minus 2 എന്ന് പറയുമ്പോൾ 1 വരും. അടുത്ത ഈ പോയിന്റിലാണെങ്കിൽ 2 ഇവിടുന്ന് ആര് വരുന്നു 2 വരുന്നു. അടുത്ത ഈ പോയിന്റിൽ നിന്ന് ആര് വരുന്നു 3 വരുന്നു. 2 plus 3 into w8 0 ആണ്. w8 0 1 ആയതുകൊണ്ട് 2 plus 3 into 1 അപ്പൊ എന്ത് വരും 5 വരും. അടുത്ത ഈ പോയിന്റിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ആരൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന് 2 വരുന്നുണ്ട് ഇവിടുന്ന് 2 വരുന്നു 2 വന്നിട്ട് മൈനസ് പിന്നെ ഈ പോയിന്റിൽ നിന്ന് വരുന്നത് 3 into 1 minus 1 അപ്പം 2 minus 3 വരും. 2 minus 3 വരുമ്പോൾ എന്ത് കിട്ടും നമുക്ക് -1 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത വീണ്ടും അടുത്തതിലോട്ട് വരുമ്പോൾ 4 4 plus 1 5. അടുത്ത ഈ പോയിന്റിലോട്ട് വരുമ്പോൾ 4 minus 1 3 4 minus 1 3 കിട്ടും. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റേജിൽ ഇതുപോലെ ഇതെല്ലാം അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത ഈ സ്റ്റേജിലോട്ട് പോകുമ്പോൾ 5 പിന്നെ വരുന്നത് ഈ ലൈൻ ആണ്. ഇവിടെ വരുമ്പോൾ നോക്കിയാൽ മതി ഇവിടെ വരുന്നത് ഏതാണ് ഇവിടുന്ന് 5 വന്നു. ഈ സ്റ്റേജിൽ ആര് വരാണ് 5 വന്നു. പിന്നെ അടുത്ത് വരുന്നത് ഈ ലൈൻ ആണ് വരിക. അപ്പൊ ഇവിടുന്ന് ആര് വരുന്നുണ്ട് 5 into w8 0 എന്ന് പറയുമ്പോൾ 1 5 into 1 5 into 1 ആണ് ഇങ്ങോട്ട് വരുന്നത്. സോ 5 plus 5 എന്ത് കിട്ടും 10 കിട്ടും. 5 plus 5 10. അതുപോലെ തന്നെ ബാക്കി എല്ലാം. സോ ഇവിടെ ഇപ്പം വേണമെങ്കിൽ ഇതാണ്ട് ഈ പോയിന്റ് നോക്കാം. ഈ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആരാ വരുന്നത് ദാണ്ട് ഇവിടുന്ന് ആര് വരും -3 വന്നു. അടുത്ത ഈ പോയിന്റിൽ ആരൊക്കെയാ ഉള്ളത് w1 ഈ പോയിന്റിൽ വരുന്ന 1 into w8 square 1 into w8 square എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത് 1 into w8 square minus j. അപ്പൊ 1 into minus j into -1 plus j. അപ്പൊ എന്ത് വന്നു പ്ലസ് j വരും. -3 plus j. ഇവിടുന്ന് ആര് വന്നു -3 വന്നു. ഇവിടുന്ന് ആര് വരും പ്ലസ് j വരും. എങ്ങനെയാ വന്നത് 1 into w8 square എന്ന് പറയുന്നത് -j 1 into -j into -1. അപ്പൊ എന്ത് വരും പ്ലസ് j വരും. സോ -3 plus j. സോ ഇതുപോലെ എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഈ പോയിന്റ്സ് എല്ലാം അടുത്ത സ്റ്റേജിൽ എന്തായിട്ട് ആക്ട് ചെയ്യും ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് ഓരോ സ്റ്റേജിന്റെയും സ്റ്റെപ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഡയഗ്രത്തിൽ. സോ നമ്മളുടെ ഔട്ട്പുട്ട് കണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3rd സ്റ്റേജിൽ കിട്ടുന്നതാണ് നമ്മളുടെ ഔട്ട്പുട്ട്സ്. സോ ഔട്ട്പുട്ട് ആ കറക്റ്റ് ഓർഡറിൽ നമ്മൾ എഴുതിയാൽ മതി. സോ ഔട്ട്പുട്ട് എന്ത് വരും 20 ഫസ്റ്റ് വാല്യൂ, അടുത്ത വാല്യൂ -5.828 -j 2.414 എന്ന് വരും. അടുത്തത് 0 വരും. അടുത്തത് ദാണ്ട് ഈ വാല്യൂ, അടുത്തത് 0, അടുത്ത ഈ വാല്യൂ 0, അടുത്ത ലാസ്റ്റ് ഈ വാല്യൂ. സോ മൊത്തം 8 പോയിന്റ്സ് ഇതേ കറക്റ്റ് ഓർഡറിൽ ഔട്ട്പുട്ട് എഴുതാം. നെക്സ്റ്റ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഓഫ് 16-point radix to DIT FFT അൽഗോരിതം. പ്രോബ്ലം ചോദിക്കുന്നത് മിക്കപ്പോഴും 4 പോയിന്റ് 8 പോയിന്റ് അത് രണ്ടും ചോദിക്കാറുള്ളൂ. 16 പോയിന്റ് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് അത് ചോദിക്കാറില്ല. പക്ഷെ എന്റെ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഒരു സീക്വൻസ് വന്നിട്ട് 16 പോയിന്റ് കണ്ടുപിടിക്കാൻ പറയാറില്ല. പക്ഷെ എന്റെ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ സ്റ്റെപ്സ് എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ മാർക്ക് അനുസരിച്ച് ഇപ്പൊ 5 മാർക്കിനൊക്കെ ആണെങ്കിൽ ഫൈനൽ ഡയഗ്രാം മാത്രം വരച്ചാൽ മതിയാവും. ത്രൂ സ്റ്റെപ്സ് വേണമെന്നില്ല. സോ നമ്പർ ഓഫ് ഇൻപുട്ട് സാമ്പിൾസ്. ഇപ്പൊ ഇവിടെ ഇൻപുട്ട് സാമ്പിൾസ് 16 ആണ്. ഇവിടെ അപ്പൊ എമ്മിന്റെ വില ഇവിടെ എത്ര സ്റ്റേജസ് ആണ് 4 സ്റ്റേജസ് ആണ്. സ്റ്റെപ്സ് എല്ലാം സിമിലർ തന്നെ 4 സ്റ്റേജസ് ആണ്. ഇനി ഓരോ സ്റ്റേജിലും ഇവിടെ 8 ബട്ടർഫ്ലൈസ് വെച്ച് കാണും. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേഷൻ കണ്ടുപിടിക്കാൻ പഴയതുപോലെ സെയിം ഇക്വേഷൻ 2m-1 4 സ്റ്റേജസ് ആയതുകൊണ്ട് എമ്മിന്റെ വാല്യൂ 1 2 3 4 വരും. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ 1 സാമ്പിൾ സെപ്പറേഷൻ, സെക്കൻഡ് സ്റ്റേജിൽ 2 സാമ്പിൾ സെപ്പറേഷൻ, തേർഡ് സ്റ്റേജിൽ 4 സാമ്പിൾ സെപ്പറേഷൻ, ഫോർത്ത് സ്റ്റേജിൽ 8 സാമ്പിൾ സെപ്പറേഷൻ.
അവിടുത്തെ കണക്ക് തന്നെ 4 സ്റ്റേജിലെയും ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതി. ഇതിൽ n-ന്റെ വാല്യൂ 16 വരും. പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ m-ന്റെ വാല്യൂ 2 കൊടുക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് k-യുടെ വാല്യൂ ഒരെണ്ണം മാത്രം വരും. k is equal to 0. അപ്പോൾ w 16 raised to 0 മാത്രമേ ഫസ്റ്റ് സ്റ്റേജിൽ കാണൂ. സെക്കൻഡ് സ്റ്റേജിൽ സ്മോൾ m-ന്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ രണ്ടെണ്ണം കാണും. w 16 raised to 0, w 16 raised to 4. തേർഡ് സ്റ്റേജിൽ 4 എണ്ണം ഉണ്ട്. w 16 raised to 0, w 16 raised to 2, w 16 raised to 4, w 16 raised to 6. അടുത്തതിനകത്താണെങ്കിൽ 8 എണ്ണം ഉണ്ട്. 0, 1, 2, 3, 4, 5, 6, 7. സോ 8 എക്സ്പോണൻസ് വരും. ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് വരും. അങ്ങനെ 4 സ്റ്റേജസിലുള്ള എക്സ്പോണൻസ് കിട്ടും. സോ ഇൻപുട്ട് എന്തായിരിക്കണം? ഷഫിൾഡ് ഓർഡറിലായിരിക്കണം. സോ ഇൻപുട്ട് ഇൻഡെക്സ് എഴുതുക. 16 പോയിന്റ് ആയതുകൊണ്ട് 0 തൊട്ട് 15 വരെ എഴുതുക. അതിന്റെ കറസ്പോണ്ടിങ് 4-bit ബൈനറി ഇൻഡെക്സ് എഴുതുക. ഇതിന് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. ഇപ്പൊ ഇവിടെ 001 ആണെങ്കിൽ ഇത് എന്തായി? 100 ആയി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് 8. അതുപോലെ റിവേഴ്സ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റിവേഴ്സ്ഡ് ഇൻഡെക്സ് എഴുതുക. എന്നിട്ട് അത് വേണം എന്ത് ചെയ്ത് കൊടുക്കാൻ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ആദ്യത്തെ 8 പോയിന്റ്സ് ഈവൻ ഇൻഡെക്സ്ഡ് ആയിരിക്കും. അടുത്ത 8 പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് ഇൻഡെക്സ്ഡ് ആയിരിക്കും. ഇനി ഓരോ സ്റ്റേജിലും എത്ര സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ് കാണും? ഇക്വേഷൻ 2 raised to m minus m. m-ന്റെ വാല്യൂ 4 സ്റ്റേജസ് ആണ്ട് ക്യാപിറ്റൽ m-ന്റെ വാല്യൂ 4. m എന്ന് പറയുന്ന ഓരോ സ്റ്റേജിനെ വെച്ച് മാറും. സ്റ്റേജ് 1 ആകുമ്പോൾ സ്മോൾ m-ന്റെ വാല്യൂ 1. അതുപോലെ അടുത്ത സ്റ്റേജ് 2 സ്മോൾ m-ന്റെ വാല്യൂ 2, അടുത്ത സ്റ്റേജിൽ 3, അടുത്ത സ്റ്റേജിൽ 4. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ആദ്യത്തെ സ്റ്റേജിൽ 8 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ്, അടുത്ത സ്റ്റേജിൽ 4 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ്, തേർഡ് സ്റ്റേജിൽ 2 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ്, ഫോർത്ത് സ്റ്റേജിൽ ഓൺലി 1 സെറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്. ഇനി ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരും എന്നുള്ളത്. സോ ട്വിഡിൽ ഫാക്ടർ എക്സ്പോണന്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരും എന്നുള്ളത്. സോ ഇത് നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചതാണ്. ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് കണ്ടുപിടിക്കുന്നത് സ്റ്റേജ് 1-ൽ ഒരു എക്സ്പോണന്റേ ഉള്ളൂ. സ്റ്റേജ് 2-ൽ ഈ 2 എക്സ്പോണൻസ്, സ്റ്റേജ് 3-ൽ 4 എക്സ്പോണൻസ്, സ്റ്റേജ് 4-ൽ 8 എക്സ്പോണൻസ് ഉണ്ട്. ഇനി അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരും എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 raised to m minus m. ക്യാപിറ്റൽ m-ന്റെ വാല്യൂ എന്താണ്? 4 സ്റ്റേജസ് ആൻഡ് 4. സ്മോൾ m-ന്റെ വാല്യൂ ഓരോ സ്റ്റേജിലും വേരി ചെയ്യും. സ്റ്റേജ് 1 ആകുമ്പോൾ ERF എന്ന് പറയുന്നത് 8. അതിന്റെ മീനിങ് എന്താണ്? w 16 raised to 0 എന്ന് പറയുന്ന എക്സ്പോണന്റ് 8 ടൈംസ് വരും ഫസ്റ്റ് സ്റ്റേജിൽ. അടുത്ത സെക്കൻഡ് സ്റ്റേജിൽ w 8 raised to 0-യും w 8 raised to 4-ഉം ഇത് രണ്ടും എത്ര ടൈംസ് വരും? 4 ടൈംസ് വരും. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഈ പറയുന്ന 7 എക്സ്പോണൻസും 8 എക്സ്പോണൻസും ഒരു തവണ വെച്ചിട്ടേ ലാസ്റ്റ് സ്റ്റേജിൽ വരത്തുള്ളൂ. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ 16 പോയിന്റിന്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം. ഇവിടെ നോക്കിയാൽ കാണാം എത്ര സ്റ്റേജസ് ഉണ്ട്? 1, 2, 3, 4 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിലും 1, 2, 3, 4, 5, 6, 7, 8 ബട്ടർഫ്ലൈസ് വെച്ചിട്ട് ഓരോ സ്റ്റേജിലും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 8 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഇതാണ്ട് 1, 2, 3, 4 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ്. ഇവിടെ 1, 2 സെറ്റ്സ് ഓഫ് ബട്ടർഫ്ലൈസ്. ഇവിടെ ഓൺലി 1 സെറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്. ഇനി ഇൻപുട്സ് എല്ലാം ഷഫിൾഡ് ഓർഡറിലാണ്. ഔട്ട്പുട്ട്സ് എല്ലാം എന്താണ്? കറക്റ്റ് ഓർഡറിലാണ്. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ ഒരു എക്സ്പോണന്റേ ഉള്ളൂ, w 16 raised to 0. അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു വന്നു? എക്സ്പോണന്റ് റിപ്പീറ്റ് ഫാക്ടർ 8 ആണ്. 8 തവണ റിപ്പീറ്റ് ചെയ്തു വരും. ഇവിടെ 2 എക്സ്പോണൻസ് ഉണ്ട്, w 16 raised to 0, w 16 raised to 4. അത് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തു വരും. ഇവിടെ 4 എക്സ്പോണൻസ് ഉണ്ട്, 0, 2, 4, 6. അത് 2 തവണ റിപ്പീറ്റ് ചെയ്തു വരുന്നു. ഇവിടെ 8 എക്സ്പോണൻസ് ഉണ്ട്, 0, 1, 2, 3, 4, 5, 6, 7. അത് ഒരു തവണ മാത്രം വരുന്നു. സോ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് 16 പോയിന്റ് DIT FFTയുടെ സിഗ്നൽ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. കുറച്ച് KTUന്റെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഒരു 1, 2, 3, 4, 4, 3, 2, 1 ആ പ്രോബ്ലം എല്ലാം KTUന് ചോദിച്ചതാണ്. പിന്നെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. FFT അൽഗോരിതത്തിന്റെ DIT FFTന്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 16 പോയിന്റിന്റെ സിഗ്നൽ ഫ്ലോ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. 8 പോയിന്റ് DFT കണ്ടുപിടിക്കാൻ. 8 പോയിന്റ് DFT കണ്ടുപിടിക്കാനായിട്ട് ഏതാണ്? DIT യൂസ് ചെയ്തിട്ട്, DIT FFT യൂസ് ചെയ്തിട്ട്. സോ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ചെയ്ത് നോക്കുക. അല്ലാണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസ് ഇൻവോൾവ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് 1024. n-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1024 n-ന്റെ വാല്യൂ. ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ആകുമ്പോൾ n² മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. അല്ല റാഡിക്സ് ടു FFT ആകുമ്പോൾ n/2 log n to the base 2. അപ്പൊ നിങ്ങൾക്ക് ഈ വാല്യൂസ് കിട്ടും. സോ അതുകൊണ്ട് ആ എക്സ്പ്രഷൻസ് ഓർത്ത് വെച്ചിരിക്കണം. കോംപ്ലക്സ് അഡിഷൻസും കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻസും. അത് ഡയറക്റ്റ് DFTയുടെ കേസിലും ഓർത്ത് വെക്കണം, FFTയുടെ കേസിലും എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം.
അടുത്ത കമ്പ്യൂട്ട് 8-point DFT ഓഫ് ദ സീക്വൻസ്. ഇവിടെ സീക്വൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ വാല്യൂസ് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിന്റെ, സെക്കൻഡ് സ്റ്റേജിന്റെ, തേർഡ് സ്റ്റേജിന്റെ. സോ ഇതെല്ലാം KT ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.